സഭാ തർക്കത്തിനിടെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യൂസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ പുത്തൻകുരിശിലെത്തിയിരിക്കുകയാണ്. ശ്രേഷ്ഠ ബാവയുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തി. طول داوود عبده خلوته في خفاو هاليلويا هاليلويا صبدوسو شاشوكمورا ميدوسو وبديروسو بسباي هاييهو مطبخ قدسو زبي ഈ ചടങ്ങിന്റെ വിശദാംശങ്ങൾ കൂടി ലേബി സജീന്ദ്രൻ നൽകും. ലേബി, ഇപ്പോൾ പുത്തൻകുരിശിലെ പ്രാർത്ഥനാ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. എന്താണ് വിശദീകരിക്കാനാവുക? ലേബി, കേൾക്കാമെങ്കിൽ ഈ സഭാ തർക്കത്തിനിടെയാണ് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യൂസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ പുത്തൻകുരിശിലെത്തിയത്. ഈ ചടങ്ങുകൾ ധൂപപ്രാർത്ഥനയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 8 മണിയോടുകൂടിയാണ് പരിശുദ്ധ ബാവ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. പാത്രിയാർക്കീസ് ബാവ എത്തിയതിനു ശേഷം സഭയിലെ മെത്രാന്മാരെല്ലാവരും ചേർന്നാണ് സ്വീകരിച്ചത്. രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വലിയ സ്വീകരണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പുത്തൻകുരിശിലെ സഭ ആസ്ഥാനമായ പാത്രിയർക്ക സെന്ററിലേക്ക് വന്നത്. അവിടെ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തി. അതിനുശേഷം ഇപ്പോഴത്തെ അദ്ദേഹം വിശ്രമിക്കുകയാണ്. 2:30 ഇവിടെ നിന്നിറങ്ങി ഇപ്പോൾ മലയെക്കുറിച്ച് ഡയറയിലേക്ക് പോവുകയും ചെയ്യും. സ്മൃതി, ഓർക്കേണ്ട കാര്യം ഇതാണ്, പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശനം വളരെ പ്രത്യേക ഒരു ഘട്ടത്തിലാണ്, ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് സഭ നിൽക്കുന്നത്. നേരത്തെ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞ പോലെ സമവായ ശ്രമങ്ങളൊക്കെ നടക്കും എന്ന് പറയുമ്പോഴും വല്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടം എന്ന് ഇരു സഭകളെക്കുറിച്ചും പറയാൻ സാധിക്കും. കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. കാലാകാലങ്ങളായി ഈ സഭാ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ വരവ് എന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എപ്പോഴും കേരളത്തിലെ സഭാ നേതൃത്വം എടുക്കുന്നൊരു നിലപാടിനോട് ചേർന്ന് നിൽക്കുക തന്നെയാണ് പാത്രിയാർക്കീസ് ബാവ പരമാധ്യക്ഷൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇവിടെ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിൽ ഇവിടെ എടുക്കുന്ന തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് മാത്രമേ അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരസ്യ നിലപാട് അദ്ദേഹം ഏതായാലും ഈ സന്ദർശനത്തിൽ സ്വീകരിക്കാനിടയില്ല. എങ്കിലും നാളെ വൈകുന്നേരത്തോടുകൂടി ഇവിടെ സുന്നഹദോസ് നടക്കുന്നുണ്ട്. സുന്നഹദോസിൽ എല്ലാ മെത്രാപ്പൊലീത്തമാരെയും പാത്രിയാർക്കീസ് ബാവ കാണുന്നുണ്ട്. സഭയിലെ ശ്രേഷ്ഠ ബാവയ്ക്ക് ശേഷം ഒരു പിൻഗാമിയെ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ അത് ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയസ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹ പ്രകടനം ഉണ്ടായിരുന്നു. അതിന് സാധൂകരണം ലഭിക്കണമെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നാളത്തെ സുന്നഹദോസിൽ ചർച്ച ചെയ്തേക്കും. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു സമയത്ത് തന്നെയാണ് പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. 10 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി 17 അദ്ദേഹം മടങ്ങുകയും ചെയ്യും. സ്മൃതി, ശരി, ലേബി സജീന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.